രേണുസുതി 2 ദിവസമായിട്ട് എയറിലാണ്. കിച്ചുവിൻ്റെ കുറച്ച് വെളിപ്പെടുത്തലുകൾ രേണുസുതിനെ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. രേണുസുതി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവരിൽ ആരാണ് കള്ളം പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ കുട്ടിയെ അമ്മ അമ്മ എന്ന് വിളിക്കുന്നുമുണ്ട്, അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ധാരാളിത്തമായിട്ട് ജീവിക്കുന്ന ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ നിന്നിരുന്ന ഒരു എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് അപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കിട്ടിയപ്പോഴേക്കും എല്ലാം മറന്നുകൊണ്ട് ഇപ്പം പുതിയ ചാനൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ടൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്ത് കണ്ടന്റാണ് സബ്സ്ക്രിപ്ഷനിലൂടെ ഒരു മുന്നോട്ട് വെക്കുന്നത്? കാരണം ചിലപ്പോൾ ചില അധ്യാപകരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അധ്യാപകരും ചില യോഗ ടീച്ചർമാരും ചില ജിം ട്രെയിനേഴ്സും ഒക്കെ. കാരണം അവരുടെ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത്? ഞാൻ കണ്ട അവരുടെ വീഡിയോ കണ്ട് ക്ലീവേജ് കാണിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയുന്നത്, കുറേ ആവശ്യമില്ലാത്ത ഒരു സ്റ്റെപ്പും അറിയത്തില്ല. ഡാൻസിൽ തന്നെ ഒരു സ്റ്റെപ്പും അറിയത്തില്ല. കൊച്ചു പിള്ളേർ 5 വയസ്സോ 6 വയസ്സുള്ള കൊച്ചു പിള്ളേർ ഡാൻസ് കളിക്കുന്ന ആ സ്റ്റെപ്പ് എടുത്തിട്ട് അതിന് കൈയടിക്കാൻ വേണ്ടി നമ്മൾ കോമാളികളാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പൈസ കൊണ്ട് ഇവർ ദൂർത്തടിച്ചും ജീവിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പൈസ ചിലവാക്കാതിരിക്കുക.